നമസ്കാരം. വിഴിഞ്ഞം വളരട്ടെ, ആരെയും വഴിയാധാരമാക്കാതെ. വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ മദർഷിപ്പ് അടുത്തു. കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളിൽ മറ്റൊരു സാക്ഷാത്കാരം. ഏറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതിജീവിച്ച് വിഴിഞ്ഞത്ത് കണ്ടെയ്നർ മദർഷിപ്പ് അടുക്കുമ്പോൾ അവകാശവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും അലയടിച്ചുയരുന്നുണ്ട്. അത് കേരളത്തിന്റെ തനത് ശൈലിയാണ്. ആർക്കാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റ് എന്നത് തന്നെ പ്രധാന വിവാദം. അത് പലരും പലതരത്തിലാണ് വിശകലനം ചെയ്യുന്നത്. എന്നാൽ യാഥാർത്ഥ്യമാരും അംഗീകരിക്കുന്നുമില്ല. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ പേരിൽ ഏറെ പഴി കേൾക്കേണ്ടി വന്ന ഒരു ജനസമൂഹമുണ്ട്. അവർ പദ്ധതിയെ എതിർക്കുന്നു എന്ന വ്യാജേന ആ സമൂഹത്തെ ആകെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം ഇനിയും അവസാനിച്ചിട്ടില്ല. മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ ആശങ്ക അവഗണിക്കുമ്പോൾ പ്രതിഷേധമുണ്ടാവും. മുതലപ്പുഴയിൽ കഴിഞ്ഞ 70-ലേറെ മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് അധികാരികൾ ആർക്കെങ്കിലും ആശങ്കയുണ്ടോ? 1000-ലേറെ പേർ പരിക്കേറ്റ് കഴിയുന്നതിനെക്കുറിച്ച് അവർ എങ്ങനെ ജീവിക്കുന്നു എന്നതിനെക്കുറിച്ചൊക്കെ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? അതുപോലെ വിഴിഞ്ഞം തുറമുഖത്ത് കപ്പലടുക്കുമ്പോൾ അതിന്റെ അനുബന്ധ ആഘാതമേൽക്കേണ്ടി വരുന്ന കുറെ മനുഷ്യരെ കുറിച്ചുള്ള ഉത്കണ്ഠ ആർക്കാണ് അവഗണിക്കാനാവുക? വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കെതിരെ തദ്ദേശവാസികളായ മത്സ്യത്തൊഴിലാളികൾ സമരം ചെയ്തിട്ടുണ്ട്. അത് കേരളത്തിന്റെ വികസനം അട്ടിമറിക്കാനൊന്നും ആയിരുന്നില്ല. കേരളം വികസിക്കുമ്പോൾ തങ്ങളുടെ അടുപ്പിലും തീ പുകയണമെന്ന ആഗ്രഹം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. തങ്ങളുടെ ഉപജീവന മാർഗമായ മത്സ്യബന്ധനം തടസ്സപ്പെടരുതെന്നും ജീവൻ പണയം വെച്ച് നടുക്കടലിൽ പോകുന്ന തങ്ങളുടെ ഉറ്റവരുടെ ജീവൻ സംരക്ഷിക്കപ്പെടണമെന്നും മാത്രമേ അവർ പറഞ്ഞുള്ളൂ. അത് പറഞ്ഞതിനും അതിനായി സമരം ചെയ്തതിനുമാണ് അവരെയും അവരോടൊപ്പം നിൽക്കുന്നവരെയും വികസന വിരോധികളെന്ന് പറഞ്ഞ് മുദ്രകുത്തുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കരാറിനും തുടർന്നുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും നിരവധി തടസ്സങ്ങൾ നേരിട്ടിരുന്നു. ചില ഇടപാടുകളിലെ സുതാര്യത ചോദ്യം ചെയ്യപ്പെട്ടു. അധികാര സ്ഥാനങ്ങളിൽ ഏറെ സ്വാധീനവും സാമ്പത്തിക ശക്തിയുമുള്ള അദാനിക്കാണ് തുറമുഖത്തിന്റെ നിർമ്മാണത്തിലും നടത്തിപ്പിലും നിർണായക പങ്കുള്ളത്. സ്വകാര്യ സാമ്പത്തിക ശക്തികളുടെ പങ്കാളിത്തം വികസന പ്രവർത്തനങ്ങൾക്ക് അനിവാര്യമായെന്ന് വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് പോലും അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു. അതിനൊക്കെ താത്വികമായ വിശദീകരണങ്ങളും ഉണ്ടാകും. ഇതിനിടെ കടൽക്കൊള്ളയെന്നും രണ്ടാം വിമോചന സമരമെന്നും ഒക്കെ പറഞ്ഞ് പദ്ധതി ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. വമ്പൻ പദ്ധതികളൊക്കെ ഇത്തരം ആരോപണ പ്രത്യാരോപണങ്ങളിൽ കുടുങ്ങുമ്പോൾ ഇരുപക്ഷവും ന്യായവാദങ്ങളുടെ നവമാധ്യമ പോസ്റ്റുകളുമായി രംഗത്തുണ്ട്. ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ എത്തിയതിന്റെ ആഘോഷ ചടങ്ങുകൾ അരങ്ങ് തകർക്കുകയാണ്. വൻ മാധ്യമ പ്രാധാന്യവും ചടങ്ങിന് ലഭിച്ചു. വിവിധ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള 1960 കണ്ടെയ്നറുകളുമായാണ് ഈ മദർഷിപ്പ് വിഴിഞ്ഞത്ത് എത്തിയത്. കൗതുക കാഴ്ചയാണിത്. അതുകൊണ്ട് തന്നെ വലിയൊരു ജനാവലി ഈ കാഴ്ച കാണാൻ ഒഴുകിയെത്തുന്നുണ്ട്. നാഴിമണ്ണിന് 4 ലക്ഷം രൂപ വിലയും പ്രദേശത്താകെ വലിയ തൊഴിൽ സാധ്യതയും വികസനവും ഒക്കെ ഉണ്ടാകുമെന്ന് കാഴ്ചക്കാരായി എത്തിയ നാട്ടുകാർ മനക്കോട്ട കെട്ടുമ്പോൾ പാവപ്പെട്ടവന്റെ സ്ഥിതിയിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്ന ആശങ്ക പ്രകടിപ്പിക്കുന്നവരുമേറെ. UDF സർക്കാരിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കരാർ ഒപ്പിടുകയും LDF സർക്കാരിന്റെ കാലത്ത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മദർഷിപ്പ് എത്തുകയും ചെയ്ത വിഴിഞ്ഞം പദ്ധതിക്ക് ഇനിയുമേറെ മുന്നേറാനുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയും നിർണായകമാണ്. അതാത് കാലത്തെ ഭരണകൂടങ്ങളുടെ നയങ്ങളും നിലപാടുകളും നേതാക്കളുടെ ദീർഘവീക്ഷണവും കാര്യപ്രാപ്തിയും ഒക്കെ ഇത്തരം വികസന പദ്ധതികളുടെ പ്രയാണത്തിന്റെ പ്രധാന ഘടകങ്ങളാണ്. അത് അവഗണിക്കാനാവില്ല. ഏതെങ്കിലും ഒരു പദ്ധതി വിജയക്കുതിപ്പിന്റെ ഓരോ ഘട്ടം പിന്നിടുമ്പോഴും ഇതൊക്കെ നന്ദിയോടെ സ്മരിക്കുന്നത് സാമാന്യ മര്യാദ മാത്രമാണ്. അതിൽ നിന്ന് മുതലെടുക്കാനോ ആരെങ്കിലും മാറ്റി നിർത്താനോ നടത്തുന്ന ശ്രമങ്ങൾ അപഹാസ്യമെന്നേ പറയേണ്ടു. പ്രതിപക്ഷം ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കുന്നില്ലെങ്കിലും പ്രതിപക്ഷ നേതാവിനെ ഉദ്ഘാടന ചടങ്ങിൽ ക്ഷണിക്കാതിരുന്നത് ശരിയാണോ? തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ തീരദേശവാസികൾക്ക് സംസ്ഥാന സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിൽ പ്രതിഷേധിച്ച് സ്ഥലം MP ശശി തരൂർ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നതും കല്ലുകടിയായി. പദ്ധതിക്കായി കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്കുള്ള 475 കോടി രൂപയുടെ പുനരധിവാസ പാക്കേജും കടൽ ഭിത്തി നിർമ്മാണവും മണ്ണൊലിപ്പ് തടയുന്നതിനുള്ള പദ്ധതികളുമൊക്കെ ഇനിയും പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. വികസനം വരണം, പക്ഷേ അതിൽ ആരും ഒലിച്ചു പോകാൻ ഇടയാകരുത്. നമസ്കാരം.